എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഇന്നത്തെ ദിവസം ഏതാണെന്ന് പരിശോധിക്കാം. ഇന്ന് എല്ലാവർക്കും ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ക്രിസ്തുമസാണ്. മഹാനായ യേശുനാഥൻ ഭൂമിയിൽ അവതാരം ചെയ്ത ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും സന്തോഷമുള്ള ആഘോഷമുള്ള ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി ആഘോഷിക്കട്ടെ. അതേപോലെ ഇന്ന് 1201 ആണ്ട് ധനുമാസം 10-ാം തീയതിയാണ്. ഇന്ന് ദശാവതാര ചാർത്തിൻ്റെ അവസാന ദിവസമാണ്. അതേപോലെ എല്ലാ വിഭാഗക്കാർക്കും ഉത്സവ പരിവേഷം ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. കാരണം 7.5 ശനിക്കാലമായതുകൊണ്ട് ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ, ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ തറയിലോ മറ്റോ കിടക്കുന്ന വയർ, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന വയറിൽ കാല് തട്ടുകയോ അല്ലെങ്കിൽ ഷോക്കടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ വാഹനം വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കേണ്ടതാണ്. വളരെ അപകടം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇന്ന്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ലത് അനുകൂലമായി കാണുന്നു. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. സുഹൃത്തുക്കളിൽ നിന്ന് വളരെ അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹായഹസ്തങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ദിവസമായിരിക്കും ഇന്ന്. സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ സബ്സിഡിയോ ലോണോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കും അനുകൂലമായ വിപണി ഒത്തുചേർന്ന് വരുന്നതാണ്. ഷെയറിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനൊരു നല്ല തീരുമാനമെടുക്കാനായിട്ട് ഉള്ള ഒരു നല്ല ദിവസമായിരിക്കും. പഠനത്തിന് പോകുന്നവർക്കും വളരെ നല്ല അനുകൂലമായ ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എന്നാൽ ഗുണാധിക്യമാണ് ഉള്ളത്. ദോഷം എന്തെന്നാൽ ഇന്ന് ധനനഷ്ടം ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും പ്രത്യേകം അവരവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ഉല്ലാസയാത്രയ്ക്ക് പോകാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും. എന്നാൽ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വരുമെന്ന് ഉറപ്പ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കെട്ടിടം പണിയാനോ വസ്തു വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ വസ്ത്രം, സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആശ്വാസപ്രദമായ ചില ചികിത്സാ രീതികൾ കണ്ടെത്തുവാനും സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന അസുഖങ്ങൾ, ക്രോണിക് ഡിസീസസിന് ഒരു പരിസമാപ്തി കണ്ടെത്തുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വേഗത്തിൽ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. ചില അപകട സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെടുകയോ അനാവശ്യമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഇന്നത്തെ ദിവസം അത് വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. കേസ്, വഴക്ക്, പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീഴുവാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഉത്സാഹപ്രദമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്.
തൊഴിൽ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പുതിയ പഠന രീതി, അനായാസേന ഉള്ള ചില തൊഴിൽ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് വഴി ഒരുക്കുന്ന ചില സാഹചര്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സിനിമ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മനക്ലേശം അനുഭവിക്കുന്നവർക്ക്, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക്, മാനസികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും, മനോവ്യാധിയിൽ മനോവ്യാധി കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ഇന്ന് ആശ്വാസകരമായ സഹായം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വൈദ്യസഹായം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ദിവസമായിരിക്കും. വൃഥാ സഞ്ചാരത്തിന് ഇടയാക്കുന്ന ഒരു ദിവസമാണ്. ആ സഞ്ചാരം കൊണ്ട് ചില നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ചില പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് ലഭിക്കുന്ന തരത്തിലുള്ള മറുപടി ലഭിക്കുന്ന ദിവസമാണ്. മുടങ്ങിക്കിടക്കുന്ന തവണകൾ അടയ്ക്കുവാനുള്ള വ്യവസ്ഥ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അമെൻമെൻറ്റ്സിനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കേസ്, വഴക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജന സംസർഗത്തിനും അതേപോലെ ഉല്ലാസയാത്രയ്ക്കും സന്തോഷകരമായ കായിക രംഗത്ത് ഏർപ്പെടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. സ്പോർട്സിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക്, മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്കൊക്കെ സെലക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ നിയമപാലകർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വരാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കുമൊക്കെ സാധ്യത കഴിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയും പ്രദക്ഷിണങ്ങൾ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവരവർക്ക് വിശ്വാസമുള്ള രീതിയിൽ ആരാധനാലയങ്ങളിൽ പോവുകയും അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവരുടെ ചതിവിന് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സ്വന്തമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യേണ്ടതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, ട്രാവൽ ഏജൻസിക്കാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ചില അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച വരുന്നത് കണ്ട് വളരെ സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സന്താനങ്ങൾക്ക് വിവാഹം ഉറയ്ക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ സമ്മാനങ്ങളും രാജോചിതമായ അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. യാത്രയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കൂടിക്കിടക്കുന്ന പല ജോലികളും ചെയ്തു തീർക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമായിരിക്കും. ചില ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും അതിനൊക്കെ പരിഹാരം ഉച്ചയോടുകൂടി തീരുമാനത്തിലെത്തുന്നതാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. അതേപോലെ വിദേശികളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ചില തിരക്കേറിയ സ്ഥലങ്ങളിലെ സന്ദർശനമോ അല്ലെങ്കിൽ തിരക്കേറിയ ക്ഷേത്രങ്ങളിലോ ദേവാലയങ്ങളിലോ പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രഷർ ലോ ആകുവാനോ അല്ലെങ്കിൽ തലകറക്കം പോലെയുള്ള അസുഖം വരുവാനോ വെർട്ടിഗോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർദ്ധിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ശ്വാസകോശപരമായ അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടവരുത്താതിരിക്കുക. പൊടി പടലങ്ങളോ തിരക്കോ ഉള്ളിടത്തു നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെ ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. ചില ബന്ധുക്കളുമായി വലിയ കലഹങ്ങൾക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായി ഇന്ന് വളരെ നഷ്ടം സംഭവിക്കുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ ആശങ്ക അവർ പ്രകടിപ്പിക്കുകയും അതുമൂലം പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ തിരക്കും തടസ്സവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഇതിനൊക്കെ ചെറിയ പരിഹാരങ്ങളുണ്ടെങ്കിലും തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് പല തരത്തിലുള്ള നഷ്ടങ്ങൾക്കും സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. ഉറ്റവരിൽ നിന്ന് ചില വിപരീതമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാത്തിനും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. തിരക്കേറിയ ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ മീഡിയ തുടങ്ങിയ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക്, എഴുത്തുകാർക്ക്, ജേർണലിസ്റ്റുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല അനുകൂലമായ ദിവസമായിരിക്കും. അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. സിനിമയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നവർക്ക് തീർച്ചയായും അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ ക്രമേണ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ആലസ്യം കൊണ്ടും മടി കൊണ്ടും ചില നല്ല കാര്യങ്ങൾ മുടങ്ങിപ്പോകുവാനും സമയം നീണ്ടുപോകുന്നതിൽ ഖേദിക്കാനും ക്ലേശിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുവാനും അതേപോലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സന്തോഷിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുട്ടുകൾക്ക് ക്ഷതമേൽക്കുവാനും അതേപോലെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. ഭാരമേറിയ വസ്തുക്കൾ എടുത്തു മാറ്റാൻ ഇടവന്നാൽ ആരുടെയെങ്കിലും സഹായം കൂടി തേടേണ്ടതാണ്. ശാരീരികമായ ചില ക്ലേശങ്ങൾക്ക് സാധ്യത ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായിരിക്കും. സന്താനങ്ങൾക്കും അതേപോലെ പങ്കാളികൾക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുക.